ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി ഇന്ത്യക്ക്. ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടമുയർത്തിയത്. ഷഫാലി വർമ്മയുടെയും ദീപ്തി ശർമ്മയുടെയും ഓൾറൗണ്ട് പ്രകടനമാണ് ഇന്ത്യയെ കപ്പിലേക്ക് എത്തിച്ചത്. ഇതാ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ ഹർമൻപ്രീത് കൗറും സംഘവും. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ ലോക കിരീടം ഉയരെ പിടിക്കുന്നു. ലും 2017 പൊഴിഞ്ഞ സങ്കടക്കണ്ണീർ കാത്തിരിപ്പിനൊടുവിൽ ആനന്ദക്കണ്ണീരായി മാറുകയാണ്. കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ ഇന്ത്യക്കുള്ള ഊർജം സെമിയിൽ ഓസീസിന് മുട്ടുകുത്തിച്ച പ്രകടന മികവായിരുന്നു. മഴ പെയ്തു തോർന്ന ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ടോസിന്റെ ആനുകൂല്യം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ദക്ഷിണാഫ്രിക്ക പന്തെറിയാൻ തീരുമാനിച്ചു. സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും ചേർന്നൊരുക്കിയ സെഞ്ചുറി കൂട്ടുകെട്ട് ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് അടിത്തറ പാടി. റൺസ് എടുത്ത് സ്മൃതി മടങ്ങുമ്പോൾ ഷഫാലി ഒരറ്റത്ത് ഇടറാതെ നിന്നു. 87 റൺസ് എടുത്താണ് ഒടുവിൽ ഷഫാലി കീഴടങ്ങിയത്. ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ഭേദപ്പെട്ട പ്രകടനം നടത്തി. 58 റൺസുമായി ദീപ്തി ശർമ്മ ഒരിക്കൽ കൂടി പൊരുതി നിന്നു. ക്രീസിലെത്തി ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരെ 4 പാടും പായിച്ച് റിച്ച ഘോഷ് ഇന്ത്യൻ സ്കോർ 300-നരികെ എത്തിച്ചു. 299 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്കായി നായിക ലോറ വോൾവാർഡ് സെഞ്ചുറി നേടി പൊരുതി നോക്കി. ബാറ്റിംഗിൽ എന്ന പോലെ ബൗളിംഗിലും ദീപ്തി ശർമ്മയും ഷഫാലി വർമ്മയും കത്തിക്കയറി. 5 ദക്ഷിണാഫ്രിക്കൻ താരങ്ങളെ വീഴ്ത്തി ഇന്ത്യൻ ജയം അനായാസമാക്കിയ ദീപ്തി ശർമ്മ ഈ ലോകകപ്പിലെ താരമായി. 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി കിരീടപ്പോരിൽ കരുത്തുകാട്ടിയ ഷഫാലി കളിയിലെ താരവും. ദക്ഷിണാഫ്രിക്ക 246-ന് ഓൾ ഔട്ടായി. 1983 കപിൽ ദേവും 2011 MS ധോണിയും ഇന്ത്യക്കായി ഏകദിന ക്രിക്കറ്റ് ലോക കിരീടം ഉയർത്തിയതിന്റെ ആവേശം അലയൊലികളായി ഇന്നും തലമുറകളിലേക്ക് ഇരച്ചെത്തുന്നുണ്ട്. സിരകളിലേക്ക് ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ആവേശം പകർന്നു നൽകിയാണ് ഹർമൻപ്രീത് കൗറും പടയാളികളും ലോക കിരീടം ഉയർത്തി നിന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.